ഞാനും അനീഷിനെതിരെയാണ് പരാതി എഴുതിയിട്ടേക്കുന്നത്. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഈ 19 പേർക്കും അനീഷാണ് ഏറ്റവും വലിയ വീട്ടിലെ പ്രശ്നം. അതിനൊന്നും ഇല്ല ടീച്ചർ. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കളിക്കാന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇവൻ എത്ര കിട്ടിയാലും മതിയാകും. ഇല്ല കേട്ടോ, അങ്ങനെയല്ലട്ടാ. അങ്ങനെയാണല്ലോ, അതല്ലേ ഒരു ഗെയിം. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാന്ന് നോക്കണെന്തിനാ? വളരെ മോശമായിട്ടൊക്കെ അയാളെ തിരിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് ഇദ്ദേഹത്തിനോട് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ്, അനീഷെ ഭക്ഷണം കഴിച്ചോ? ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാണ്. അദ്ദേഹത്തിന്റെ ആൻസർ ഭയങ്കര, നീ എന്നോട് ആരാടാ ഭക്ഷണം കഴിക്കാൻ ചോദിക്കാന്ന് പറഞ്ഞ് ഭയങ്കര ഇതാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയുള്ള ഒരാളോട് പോയിട്ട് എന്തിനാണ് ഭക്ഷണം കഴിച്ചോ ചോദിക്കണേ? ഇല്ല ഇനി ചോദിക്കില്ല കേട്ടോ. പൊട്ടന്മാര്. അപ്പൊ അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഡോക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലായില്ല. ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇല്ലല്ല, ശരത്തേട്ടന് വയ്യാണ്ടായിരുന്ന സമയത്ത്. അല്ല, ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അഭിനയിക്കുമ്പോഴേ ബാലയുടെ അത്ര ഓവർ ആവണ്ട, സീരിയലിന്റെ അളവിൽ മതി. മനസ്സിലായി. പിന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അല്ല, ഇത്രയും വലിയൊരു സീരിയസ് ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത്? അത് എന്താണെന്നുള്ളത് എന്താണെന്ന് നിങ്ങൾ തന്നെ പറയൂ. അപ്പൊ ഡോക്ടർ എഴുതി കൊടുക്കുന്നു, കറക്റ്റ് ആയിട്ട് പറയാം. നിങ്ങളോടല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് തന്നെ പറയൂ. സന്തോഷമായല്ലോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.